അല്ല എനിക്ക് ഒരു 20-21 വയസ്സൊക്കെ ഉള്ള ചേട്ടൻ എന്ന് വിളിക്കണ മാറ്റി നോച്ചാൽ മാത്യു, നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ഇപ്പോ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വൈബിലുള്ള മാത്യുവിനെ ആണല്ലോ. അതിപ്പോ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയ കപ്പ് മൂവിയിലാണെങ്കിലും ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൈബ്സിലാണ് നിൽക്കുന്നത്. ഈ ഇപ്പോൾ ബ്രോമാൻസോട്ട് വരുമ്പോൾ നമ്മളുടെ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതേ ഗെറ്റപ്പ് നമുക്ക് ബ്രോമാൻസിൽ പ്രതീക്ഷിക്കാമോ? ഒരു ചേഞ്ച്? കുറച്ച് വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്, വർക്കാവുമെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ കുറച്ച് ഒരു പെട്ടെന്ന് എടുത്തിയാടി ഓരോ കാര്യങ്ങള് പെട്ടെന്ന് എടുത്തിയാടി ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. നിങ്ങളൊക്കെ കുറച്ച് ബുദ്ധിയില്ലേ? അപ്പോൾ കുറച്ച് വേറെ പരിപാടിയാണ്, എല്ലാവർക്കും വർക്കാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മഹിമ മാമിനോട് ചോദിച്ചാലോ? താങ്ക് യു. ഹലോ, ഹായ്. ഫെബ്രുവരി 14 എന്താ പരിപാടി? അല്ല, ഫെബ്രുവരി 14 ഞങ്ങളുടെ പടം റിലീസാണ്. ആണോ? ഓ, എന്നാലും ഞങ്ങളുടെ സിനിമ പോയി കാണണം. ഷുവറായിട്ട് കാണും. കപ്പിളായിട്ട് പോകുന്നവര് കപ്പിളായി പോയി കാണണം, അല്ലാത്തവര് ഫ്രണ്ട്സിന്റെ കൂടെ പോയി കാണണം, അതും ഇല്ലാത്തവര് ഫാമിലിയുടെ കൂടെ പോയി കാണണം. പ്ലീസ്. താങ്ക് യു. ക്വസ്റ്റ്യൻ. ഈ ട്രെയിലറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ കാസർഗോഡ് സ്ലാങ് ആണല്ലോ മഹിമ സംസാരിച്ചത്. ആൻഡ് ഓൾസോ യു ഹീൽ ഫ്രം കാസർഗോഡ്. അപ്പോൾ ഈ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കാൻ സിനിമയിൽ ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ടാണോ, അതോ ഈ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് നല്ലപോലെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണോ? വാട്ട് മേഡ് യു ചൂസ് ദിസ് മൂവി മോർ? സത്യം പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തല്ല കേട്ടോ, എനിക്ക് ചൂസ് ചെയ്ത. ആദ്യം ADJ എൻ്റെ കഥ പറയുന്ന സമയത്ത് ഇതിലിങ്ങനെ കാസർഗോഡ് പരിപാടി ഇല്ലായിരുന്നു. ഞാൻ ഇന്നായതിന് ശേഷം പുള്ളിക്കാരന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും എന്നോട് കാസർഗോഡ് അതിനുശേഷം എന്നോട് പറഞ്ഞത് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സ്റ്റേജ് ഷോസിലും അല്ലെങ്കിൽ ഇവൻസിലും ഒക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ കാസർഗോഡ് സ്ലാങ് സംസാരിക്കാൻ പറ്റാറുള്ളൂ. ഇവിടെ ഒരു സിനിമയിൽ കൂടുതൽ പറയാൻ പറ്റില്ല, കുറേ പോർഷൻസ് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടണ്ട ഞാൻ ഇവിടെ കാസർഗോഡ് വന്നാരും വന്നിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഒരു കോൺവെർസേഷൻ കാസർഗോഡ് വന്നേരം കൈ പോക്കിയാൽ വന്ന് ഒരു ഇവിടെ ഞാൻ കാസർഗോഡ് നിന്റെ കഥ തന്നായിരുന്നു. ഞാൻ കാസർഗോഡ് ഭാഷ കൊണ്ട് ഞാൻ വിദ്യാലയമായിരുന്നു. തൊട്ടപ്പുറത്ത് പഠിച്ച ചിന്മേന് പഠിച്ച ചിന്മേന് പിള്ളേർ എങ്ങനെയാണെന്നറിയോ? ഭയങ്കര ഡീസന്റ് പിള്ളേർ. ഞങ്ങൾ ഞങ്ങൾ ലൈഫ് എൻജോയ് ആക്കുന്ന പിള്ളേരുണ്ടായത്. വേറെ ഇവൻ കാസർഗോഡ് ചെറുക്കത്തിന് ഞങ്ങളെ ദോസ്തല്ലുണ്ട് കാസർഗോഡത്തെ പിള്ളേർ പിള്ളേർക്ക് പിടിച്ചു കിട്ടാൻ അങ്ങനത്തെ പിള്ളേർക്ക് പിടിച്ചു കിട്ടാൻ നമ്മളൊന്നും അല്ലേ? ടീച്ചർമാർക്കും പിടിച്ചാൽ കിട്ടുന്നില്ല പിള്ളേരെ. പിന്നെ എന്താണ് കൊച്ചിന്നാരുമില്ലേ? പിന്നെ കാസർഗോഡ് അങ്ങനെ കാസർഗോഡ് നല്ല ചിക്കൻ ഫ്രൈ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാസർഗോഡ്. അപ്പൊ ഇനി നമുക്ക്